ഓക്കെ കേസ്, അപ്പം ഞാനിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഫുട്ബോൾ പിന്നെയും തുറക്കാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവൻറ്റുകളൊക്കെ ഒരുപാട് വന്നിരുന്നു. ഞാൻ ലാസ്റ്റ് കളിച്ചിട്ട് ഞാൻ മെസ്സി വർസസ് റൊണാൾഡോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ മെസ്സിയുടെ റിവെഞ്ച് വീഡിയോ. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഫുട്ബോൾ എടുത്തിട്ടില്ല ഗൈസ്. അത്രയും കാലം ഒരുപാട് ഇവൻറ്റ് വന്നെങ്കിൽ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, എൻ്റെ ഇപ്പം അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഫുട്ബോൾ തുറക്കുകയാണ്. എത്ര ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇതായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങിയ ദിവസം ഒന്ന് കമൻറ്റ് ചെയ്താ. ഞാൻ ഇതൊക്കെ ഉണ്ട് നോക്കാം. ഓക്കെ, എൻ്റെ കൂടെ ഗെയിം ലോഡാവുന്നുണ്ട്, ഇതുവരെ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. എൻ്റെ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ എന്തൊക്കെയോ വീഡിയോസ്, അതായത് ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോസാണ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരുപാട് സ്റ്റോറി വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കാണാനായിട്ട് സാധിക്കും. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് പോയി കാണുക. എൻ്റെ അങ്ങനത്തെ ഒരുപാട് ഡ്രോയിങ് ഉണ്ട്. ഗെയിമിങ് മാത്രമല്ല ഗീസ്, വേറെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഞാൻ വെച്ചിട്ടുള്ള ഡ്രോയിങ്ങുകളെല്ലാം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗീസ്. അതൊക്കെ ഒന്ന് എൻ്റെ വീഡിയോയുടെ ഷോർട്സിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ഗെയിമിന് എന്തോ ലൈവ് അപ്ഡേറ്റ് നടന്നിട്ടുണ്ട്. എൻ്റെ അതിലെന്തോ ഡാറ്റ എന്തോ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 83% ഒക്കെ ഇത് വേഗം കയറുന്നുണ്ട്. ഇപ്പോൾ 4G നെറ്റ്വർക്കിലാണ് ഞാൻ കളിക്കുന്നത്. അത് വേഗം കയറി ഗീസ്, ഭയങ്കര ചെറിയ 5G കാണാം, എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്താ ഇപ്പോൾ പിന്നെയും ലോഡാവുന്നു. ഇത് ലോഡ് ചെയ്യാൻ തന്നെ ഒരു അരമണിക്കൂർ എടുക്കുമല്ലോ. ഇനി വീഡിയോ എപ്പോഴാണോ എടുക്കുക. ഓക്കെ, ഇത് ലോഡായി നാളെ കഴിയുമായിരിക്കും. കഴിഞ്ഞ് ഓക്കെ, കിട്ടി. ഓക്കെ, എന്തോ ഒരു യൂറോപ്പിന് അങ്ങനത്തേക്ക്. ഓക്കെ, ലോഗിൻ ബോണസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്താ ഒരുപാട് എന്താണ് ഇതൊന്ന് ബൈക്ക് ഗീസ്, എനിക്കിത് കേൾക്കാൻ പറ്റില്ലല്ലോ. ഇതെന്താടേ ഈ നോട്ടിഫിക്കേഷൻ എന്താണിത്? ഓക്കെ മതി, എനിക്കിത് കേട്ടാൽ മതി. ഞാൻ നോക്കട്ടെ ഗീസ്, എന്തൊക്കെ ഒരുപാടുണ്ട്. ഓക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FC ക്യാമ്പയിൻ ഉണ്ട്. എൻ്റെ പിന്നെ കോയിൻസ് എന്തിനുണ്ട്. ഓക്കെ, ഞാൻ എല്ലാം റിസീവ് ചെയ്യാണ്. ഓക്കെ, ഇത് ഒരു ബ്രൂണോ ഫെർണാണ്ടസ് ജോയിൻഡ് യുവർ ടീം. ഓക്കെ, അങ്ങനെ ബ്രൂണോ ഫെർണാണ്ടസിനെ നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്ക്വാഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ആ ഗിഫ്റ്റ് വരെയും കൊടുക്കാം ഗൈസ്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഏതെങ്കിലും പ്ലെയറിനെ കിട്ടുകയാ. നമ്പർ 7 എന്ന് പറഞ്ഞ ലീഗാണ്. ഇതിനകത്ത് ഒരുപാട് പ്ലെയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. റൊണാൾഡോ ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം ഗൈസ്, ആരെ കിട്ടും നമുക്ക് നോക്കി നോക്കാം. നമുക്കിത് നോക്കുകയാണെങ്കിൽ ഒരു ഇൻട്രൊക്കെ കാണുന്നുണ്ട്. ഇൻട്രൊക്കെ കണ്ടിട്ട് പോകാം, അതാണ് ഒരു സുഖം. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ഗൈസ്, ആരാണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കുണ്ട്. ഇതാരാണ് സണ്ണോ? മറ്റേ സൺ ഏസ്, സൗത്ത് കൊറിയയിലെ കളിക്കാരൻ. സൺ ഏസ്. ഇവനെ കിട്ടിയവൻ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലാത്ത കളിക്കാൻ തന്നെയാണ്. നമ്മുടെ സ്ക്വാഡിലേക്ക് ഇപ്പോൾ ഇവനും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണുള്ളത് വെച്ചാൽ അതും കൂടി നോക്കാം. നമുക്ക് ഡെയിലി ഗെയിം കളിക്കാം ഡേയ്സ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാം, നമുക്ക് വെറുതെ കളിക്കാം. നമുക്ക് എന്തായാലും ഞാൻ ഈ ഡെയിലി ഗെയിമൊക്കെ ഒന്നും കളിച്ചിട്ടില്ല ഗീസ്, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരുപാടായി ഇത് തുറന്നിട്ട് തന്നെ. ഓക്കെ, എൻ്റെ ഇത് ഇപ്പോൾ കളിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഇതൊന്നും കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമുക്കിതൊക്കെ പോയിട്ടൊന്ന് കളക്ട് ചെയ്യാം ഗീസ്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. നമുക്കിതെല്ലാം നമുക്ക് ഗെയിം പ്ലാൻ എടുക്കാം. അതായത് നമുക്ക് ആ ബ്രൂണോ ഫെർണാണ്ടസിനൊക്കെ നോക്കി നോക്കാം. നമുക്ക് കറക്കി കിട്ടിയ പ്ലെയേഴ്സ് ഉണ്ടോ എന്താ കാണിച്ചില്ല. എനിക്ക് ഇത് സണ്ണ് ഇവിടെ ഉണ്ട് ഗൈസ്. പ്ലെയർ ഡീറ്റെയിൽസ്. ഓക്കെ, ഇതാണ് സണ്ണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട്. ഓക്കെ, ഇനിയും പ്ലെയേഴ്സ് ഉണ്ടല്ലോ. ഇനി നമുക്ക് ഏതൊരു പ്ലെയറിന് ബ്രൂണോ ഫെർണാണ്ടസ്. അതെ, ബ്രൂണോ ഫെർണാണ്ടസിനും കിട്ടി ഗൈസ്. ഓക്കെ, പ്ലെയർ ഡീറ്റെയിൽ നോക്കാം. ഇവിടെയുണ്ട്, ഒരുപാട് ആൾക്കും കാണാനായിട്ട് സാധിക്കും. അതെന്താ അഡീഷണൽ സ്കിൽസ്. ഇപ്പോൾ ബ്ലാങ്കാണ്, കുഴപ്പമില്ല. നമുക്കിപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിനെ ഇറക്കിയാലോ. ഓക്കെ, നമുക്ക് മെസ്സിനെ. ഓക്കെ, ഇവിടെ എന്താണ് സെൻട്രൽ മിഡ്ഫീൽഡർ ആക്കണോ? അറ്റാക്കിങ് അല്ലേ, പക്ഷേ ഇങ്ങനെ വെക്കണോ? ഇവിടെ സ്ട്രെങ്ത്ത് കൂടുന്നുണ്ട് ഗീസ്. എനിക്കൊന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ വെക്കേണ്ടത് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സണ്ണിനും കൂടി വെറുതെ നടക്കാം. ഇവിടെ സണ്ണാ ലെഫ്റ്റ് മിഡ്ഫീൽഡർ അല്ലേ, പിന്നെ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ LWF കുറേ യൂസ്
ഇതിൽ കുറഞ്ഞ ചെല്ലുന്ന കാര്യമില്ല. നമുക്ക് നല്ലൊരു സ്കോഡ് ഉണ്ടാക്കി എടുക്കാം. ഇവിടെ എവിടെ വയ്ക്കാം? ഇയാളെ ആരായിട്ട് ഇറക്കുക, അതാണ് എനിക്ക് ഡൗട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ ചെയ്യുക അപ്പോൾ? ഇതെന്ത് സ്റ്റക്കായി? നമുക്ക് ഒരു കാര്യം ചെയ്ത് ഇവിടെ അപ്പം നിർക്കട്ടെ തൽക്കാലത്തേക്ക്. ഇനി നമുക്ക് ഒരു മാച്ച് കളിക്കാം ഗൈസ്. അതിൻ്റെ ഒപ്പം കളിക്കട്ടെ. കളിച്ച് നോക്കാം. അതിന് മുൻപേ നമുക്ക് ഒബ്ജക്റ്റീവ് ഒന്ന് നോക്കി നോക്കിയില്ല. മിഷൻസ് ഉണ്ടോ? ഒബ്ജക്റ്റീവ് കുറേ ഉണ്ട് ഗൈസ്, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത് ഇവിടെ കുറച്ച് കോയിൻസ് ഇട്ടിട്ടുണ്ട്. 30 കോയിൻസ് ഇട്ടി. ഇനി വേറെന്താ ഉള്ളത്? വേറൊന്നുമില്ല. ക്ലെയിംഡ് റിവാർഡ്സ് അവിടെ ഒന്നുമില്ല. ഇനി വേറെ ഉണ്ടോ നോക്കി ഇവിടെ ഇവിടെ ഉണ്ടെന്തോ. ഓക്കെ, അവിടേക്ക് അവിടെ ഒന്നുള്ളൂ, വേറെ ഒന്നുമില്ലേ? ഒന്നേ ഉള്ളത് തന്നെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി വേറെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്കിനി ഹോം എടുത്തിട്ട് മാച്ച് കളിക്കാം ഗൈസ്. ഓക്കെ, ഇതിലിപ്പം ഇംഗ്ലീഷ് ക്ലബ്ബ്, നമുക്ക് യൂറോപ്യൻ ക്ലബ്ബിൻ്റെ ഇപ്പോൾ 777 അതാണ് തോന്നുന്നത്. മറ്റേ ആ 7ൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇതെന്താ? ഇത് നോക്കട്ടെ. ഇവിടെ അങ്ങനത്തെ 2 ഉണ്ടല്ലോ. ഇതെന്താ? ചലഞ്ച് ഇവൻറ്റ് 12 ഡേയ്സ് ഏതാണ്? ഇവിടെ 2 ഒന്നാണല്ലോ. കുഴപ്പമില്ല. സ്കോർ 7+ ഗോൾസ്. ഓക്കെ, സാറേ. ഗീസ് നമുക്ക് ഇത് കളിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈവൻ സെറ്റിങ്സ് നോക്കട്ടെ. മാച്ചിൽ വേറെ ബിഗിനർ ഉണ്ട്. ഇതെന്താ പറയുക? അമേറ്റർ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. ചിലപ്പോൾ ഇതിലിട്ട് കളിച്ചോ. കാരണം എനിക്കിപ്പോൾ ഇത് കിട്ടണില്ല ഗൈസ്. കാരണം ഞാൻ കുറേ ആയല്ലോ. ചിലപ്പോൾ പൊട്ടക്കളിയാവും കിട്ടുക. നമുക്ക് എന്തെങ്കിലും നോക്കാം. പിന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ AI വന്നിട്ടുണ്ട് ഗൈസ്. AIൻ്റെ പദ്ധതി കളിക്കുക. അങ്ങനെ കുഴപ്പമില്ല. നമുക്ക് ചിലപ്പോൾ ഞാൻ ഇതൊന്നും ഗെയിം പ്ലേ ഒന്നും ചെയ്യണില്ല. നമുക്ക് വേഗം മാച്ച് കളിക്കാം ഗൈസ്. മാച്ചിന് ടൈം എത്ര വരുമെന്ന് അറിയില്ല കേട്ടോ. അത് നമ്മൾ മാറ്റാൻ മറന്നു ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് കളിക്കാം. ഈ ഒരു മാച്ച് നമുക്ക് ജയിച്ചാൽ കിട്ടുമോ അതോ എന്തെങ്കിലുമൊക്കെ ആരെയിലൊക്കെ പിന്നെയും കളിക്കണം തോന്നി. ഓക്കെ, കിട്ടി. നമുക്ക് നെയ്മർ കിട്ടി. കിട്ടി. ആകെ പോയി. ഇപ്പം ഇത് കിട്ടണില്ല. കളിക്കുമ്പോൾ ആരും കളിച്ചിരുന്ന പോലത്തെ ഇത് കിട്ടണില്ലല്ലോ. മാച്ച് എന്തായാലും എങ്ങനെയാണെന്ന് തീർക്കാം ഗൈസ്, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ 2ാമത്തെ മാച്ചാണ് കളിക്കുന്നത്. ഈ മാച്ച് ഇപ്പോൾ ഏതാണ്ട് കഴിയാറായിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഇവിടെ അപ്പോൾ നമുക്കിതൊരു 7 കൂടുതൽ ഗോൾ അടിക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം ഞാൻ ഈ കളി കൂടി ചേർക്കുകയാണെങ്കിൽ 7 കൂടുതലായി. ഈ കളി തന്നെ 7 കൂടുതലായിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും 1 ഗോൾ അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടേക്ക് നല്ല സ്റ്റക്ക് ആവുന്നുണ്ട്. എന്താ കണ്ണൂർക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ലോണം സ്റ്റക്ക് ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ, ലേതുണ്ടല്ലോ. പക്ഷേ 1 ഗോൾ ഗീസ് 1 ഗോളും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ കളിയിലെ ലാസ്റ്റ് ഗോളാണ്. അതായത് 13ാമത്തെ ഗോൾ ഗീസ്. ഈ കളിയിൽ കഴിഞ്ഞ കളിക്ക് എനിക്ക് 5 ഗോളാണ് കിട്ടിയത്. പക്ഷെ പിന്നെ ഇത് കിട്ടി. പിന്നെ ഞാൻ നേരത്തെ കളിച്ച അതേ ഇതിലിട്ട് കളിച്ചപ്പോൾ എനിക്കൊരു 13 കിട്ടി ഗീസ്. എനിക്ക് കളി കഴിഞ്ഞ്. ഇനി എനിക്കത് കിട്ടിയാൽ മതിയായിരുന്നു. കളി കഴിഞ്ഞില്ലേ ഗീസ്? ഇപ്പോഴും കളി കഴിഞ്ഞിട്ടില്ല. ഞാൻ അടിക്കുമ്പോൾ ഇപ്പോൾ വയസ്സിലടിച്ച് ഇത്രേ ഉള്ളൂ, കഴിഞ്ഞ്. ഗീസ് നമുക്ക് ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാം ഗീസ്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കോയിൻസിൽ എന്തൊക്കെയൊക്കെ കാണുന്നുണ്ട് ഗീസ്. ഒബ്ജക്റ്റീവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കൊണ്ട് ലെവലൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ് കൂട്ടിയിട്ടുണ്ട് ഗീസ്. നമുക്ക് എന്തായാലും ഇതൊക്കെ എൻ്റെ കളയാം. എനിക്ക് എന്തോ ഒരു കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ? ഇവിടെ കുറേ പ്ലെയേഴ്സിനൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതെന്താണ് സംഭവം മനസ്സിലായില്ല. നമുക്കത് കിട്ടിയോ? ഇവൻ ക്ലിയർഡ്. യെസ്, കിട്ടി ഗൈസ്. നമ്മുടെ അടുത്തത് കിട്ടി. നമുക്കൊന്നും കൂടി ഒന്ന് കറക്കി നോക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കും. നമുക്ക് ബാക്കടിയാം. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. നല്ല പ്ലെയറിനെ കിട്ടണമായിരുന്നു, എന്നാൽ പൊളിക്കായിരുന്നു. ഓക്കെ, ഇവിടെ ഇതല്ല നമ്പർ 7. ഓക്കെ, ഞാൻ കറക്കാൻ പോവാണ്. എനിക്ക് റൊണാൾഡോനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നമുക്കെന്തായാലും ഒന്ന് കറക്കി നോക്കാം. ടീച്ചറേ, അതല്ല എന്തെങ്കിലും കിട്ടണേ.
ഓക്കെ കറക്റ്റാണ്. ഓക്കെ ഈ ഇൻട്രോ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ കാണുന്നത്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ ഞാൻ ഇൻട്രോ കാണാൻ എന്തായാലും ഒന്ന് കിട്ടണേ നല്ലത്. ഡീബ്രൂ കുഴപ്പമില്ല, നല്ല പ്ലെയർ തന്നെയാണ്. എത്ര വേണ്ടിയാണ് 86 ഡീബ്രൂണ് നമുക്ക് കിട്ടി. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഗൈസ്, ഇതൊക്കെ മതിയാവും. റൊണാൾഡോനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ അതിൻ്റെ ഇവൻ്റാളുണ്ട് ഗൈസ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പം എന്തായാലും കിട്ടി എന്താ. ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു കിട്ടില്ല പറ്റിയിട്ട് വരുന്നവരെല്ലാം വെച്ചവർക്കും ബൈ.